നന്ദിയോട് സ്തോത്രം. ഞങ്ങളെ വേർതിരി വിളിച്ച കർത്താവേ നന്ദിയോട് സ്തോത്രം. ഞങ്ങളിൽ അങ്ങയുടെ വാത്സല്യം പകരുവാൻ ഇഷ്ടം തോന്നിയതിനായി നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സന്ധ്യാസമയം ദൈവത്തിന്റെ കൃപയ്ക്കായി ഞങ്ങൾ അടുത്ത് വരുമ്പോൾ അങ്ങയുടെ സാന്നിധ്യത്തിൽ വിശുദ്ധന്മാർക്കുള്ള എല്ലാ വിലയേറിയ അനുഭവങ്ങളും കർത്താവേ ഈ സന്ധ്യാസമയം ഞങ്ങളുടെ മധ്യേ ദൈവം പകരുമാറാകണമേ. ദൈവത്തെ ആരാധിക്കുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. കർത്താവിനെ ഉയർത്തുന്നതിൽ ഞങ്ങൾ ആനന്ദിക്കുന്നു. കർത്താവേ അങ്ങയുടെ സാന്നിധ്യം ശക്തിയോടെ ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ അടുത്തു വരുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഹൃദയമായി ഇടപെട്ടുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവാൻ വേണ്ട ദൈവകൃപ തരണമേ. പരിശുദ്ധാത്മ വ്യാപാരം ഞങ്ങളുടെ മധ്യേ അയക്കണമേ. കർത്താവേ ഏകാഗ്രതയോടെ ഞങ്ങളെ ഇരുത്തണമേ. നിർമ്മലതയോടെ ഞങ്ങളെ ഇരുത്തണമേ. വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിപ്പാനായി ഞങ്ങളെ സമർപ്പിക്കുന്നേ. കർത്താവേ നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. ആത്മാവിന്റെ വരങ്ങൾ ഞങ്ങൾക്ക് പെരുമാറാകണമേ. ഹല്ലേലൂയ. ദൈവ സന്നിധിയിൽ ഞങ്ങൾ ഇരിക്കേണ്ടവണ്ണം ഇരിക്കുവാൻ, ഞങ്ങൾ പാടേണ്ടവണ്ണം പാടി സ്തുതിക്കുവാൻ, പ്രാർത്ഥിക്കേണ്ടവണ്ണം ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കേണ്ടവണ്ണം ദൈവത്തെ ആരാധിക്കുവാൻ, പ്രാപിക്കേണ്ടവണ്ണം ദൈവകൃപ പ്രാപിപ്പാൻ കർത്താവേ ഞങ്ങൾക്കിടയാകണമേ. അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. കർത്താവേ ദൈവാത്മാവിന്റെ വിവിധമായ അനുഭവങ്ങൾ ഞങ്ങളുടെ മധ്യേ തമ്പുരാൻ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസന്മാര് ദാസിമാര് കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും ദൈവമേ അനുഗ്രഹിക്കുമാറാകണമേ. അവിടുന്ന് ഹൃദയമായി ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോട് സ്തോത്രം കർത്താവേ. നന്ദിയോട് സ്തോത്രം കർത്താവേ. ഇരുളിന്റെ കോട്ടകളെ തകർത്തവരെ, ശത്രുവിന്റെ ബലത്തെ തകർത്തവരെ, ജയാശാലിയായി ഞങ്ങൾക്ക് വേണ്ടി എഴുന്നള്ളമാറാ. ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യ എഴുന്നള്ളമാറാകണമേ. നന്ദിയോട് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ട വിടുതലൊടുന്ന നാട് കർത്താവേ. അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞാട് കർത്താവേ. സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ട ദിവ്യമായ അനുഭവങ്ങളെ പകർന്നാട് കർത്താവേ. നന്ദിയോട് സ്തോത്രം. തിരുനാമം ഞങ്ങളിൽ മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കണേ സ്വർഗീയ പിതാവേ. Heavens came down and glory filled my soul. When at the cross my Savior made me whole, my sins were washed away, and my night was turned to day. Heavens came down and glory filled my soul.
നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നടന്ന് പാട്ട് പാടാം. അത്ഭുതം യേശുവിൻ
അത്ഭുതം. യേശുവിന്റെ നാമം അത്ഭുത നാമം തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തെ രണ്ടായി, കാലത്തെ രണ്ടായി മുൻപാന്റെ കോണം കഴിവുള്ള യേശുവിന്റെ നാമം. അപ്രകാരം നടന്ന ഒരു സംഭവത്തിന്റെ അവൻ ഏടി എന്ന് വീശുന്ന തിരിപ്പാന്റെ കോണം. ആമേൻ, ഹല്ലേലൂയ. കാലചക്രത്തിന്റെ തിരിപ്പാന്റെ കോണമുള്ള യേശുവിന്റെ അത്ഭുത നാമം. ഹല്ലേലൂയ. രക്ഷയുടെ അത്ഭുത നാമം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. കുരുടരെ സൗഖ്യമാക്കുന്ന നാമം. ഹല്ലേലൂയ. മുടന്തനെ നടക്കുമാറാക്കുന്ന അത്ഭുത നാമം. ഹല്ലേലൂയ. അവൻ വരണ്ട കൈകളുടെ മനുഷ്യനെ സൗഖ്യമാക്കുന്ന അത്ഭുത നാമം. ഇതിലെല്ലാം ഒരു പാപത്തെ പരിഹരിച്ചു കിട്ടുന്ന അത്ഭുത നാമം. ഹല്ലേലൂയ. പ്രിയമുള്ളവരായ നാമുള്ളവരും നാം ഏവരും ദൈവസന്നിധിയിൽ ദൈവത്തിന് പ്രിയമുള്ളവരായ നാം ഓരോരുത്തരും ഇന്ന് ദൈവസന്നിധാനത്തിൽ ഉപവാസത്തിന്റെ 2ാം ദിവസത്തിന്റെ 2ാം സെഷനിലേക്ക് കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ പാപത്തിന്റെ ഈ വലിയ കടത്തിന്റെ ചീട്ട് അവൻ ഒരിക്കലായി നമുക്ക് ഹല്ലേലൂയ വിടുതലിന്റെ അനുഭവമായി തീരുവാൻ ഇവിടെ ആക്കി തീർത്തു. ഹല്ലേലൂയ. ഇതൊരു അത്ഭുത നാമമല്ലേ? ഹല്ലേലൂയ. ഇതൊരു അതിശയ നാമമല്ലേ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാവുന്നെങ്കിൽ ഈ ലോകത്തിൽ ജീവിപ്പാൻ നമുക്ക് കൃപ ആവശ്യമാണ്. ഹല്ലേലൂയ. കൃപയുണ്ടെങ്കിൽ മാത്രമേ ജീവിപ്പാൻ സാധ്യമാകുകയുള്ളൂ. അത് ഇന്നലത്തെ കൃപ കൊണ്ട് സാധ്യമല്ല, ഇന്ന് രാവിലത്തെ കൃപ കൊണ്ട് സാധ്യമല്ല. ആമേൻ, ഹല്ലേലൂയ. അനുദിനം ഒതുക്കുന്ന അനുഭവത്തിലുള്ള കൃപയുണ്ടെങ്കിൽ മാത്രമേ ജീവിപ്പാൻ സാധ്യമാകുകയുള്ളൂ. ഹല്ലേലൂയ. Praise the Lord, praise the Lord. അത് ഉയരത്തിൽ നിന്ന് പ്രാപിച്ചുവെങ്കിൽ മാത്രമേ അത് ലഭ്യമാകുകയുള്ളൂ. അത് നടക്കുവാൻ തക്കണം, അത് നമ്മളെ നടത്തിപ്പാൻ തക്കണം അവൻ മതിയാകുകയുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഹല്ലേലൂയ, ദൈവത്തെ സ്തുതിപ്പാൻ തക്കണം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ അവൻ സ്തോത്രം കടന്നു വരുവാൻ തക്കണം നമ്മളെ എല്ലാം ദൈവവേടിയാക്കിയല്ലോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പകൽക്കാലം ജോലിയുടെ അനുഭവങ്ങൾ കടന്നു പോയ പ്രിയപ്പെട്ടവരുണ്ട്, ഭവനത്തിലായവരുണ്ട്. ഹല്ലേലൂയ. എല്ലാവരുടെ മേലും കഴിഞ്ഞ പകൽക്കാലം ദൈവശക്തി വ്യാപരിപ്പാൻ തക്കണം ഇടയായല്ലോ. നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പകൽക്കാലത്തെ ആദ്യത്തെ സെഷന്റെ അനുഭവത്തിൽ കടന്നു വന്ന പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഇന്ന് സന്ധ്യാസമയം ആ അനുഗ്രഹിക്കുന്ന ദൈവം, അവൻ കാത്തു പരിപാലിക്കുന്ന ദൈവം, വിടുതലിന്റെ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അതിനായി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കായി നമ്മെ ഓരോരുത്തരെയും ഒരുക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ അനുഭവത്തിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം സർവ്വവും സറണ്ടർ ചെയ്തുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ അകത്തെ മനുഷ്യനെ പുതുക്കി ഏകാഗ്രമാക്കിക്കൊണ്ട് പുറത്തെ മനുഷ്യനെ അവിടെ നിശ്ചലമാക്കിക്കൊണ്ട് ഹല്ലേലൂയ ഇന്ന് രാത്രികാല ദിവസത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹൃദയങ്ങളും മനസ്സുമെല്ലാം ഒരുപോലെ ഏകാഗ്രമാവട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പ്രാർത്ഥനയുടെ വിഷയത്തിന്റെ മേലെ ജയം തന്നെ ദൈവം ഇന്ന് നമ്മുടെ മധ്യമുണ്ട്. വാഗ്ദത്ത പ്രകാരം നമ്മുടെ മധ്യമുണ്ട്. കാരണം 2-3 പേർ യേശുവിന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ മധ്യമുണ്ടെന്ന് അരുളി ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ആകയാൽ അത് നമുക്ക് ക്ലെയിം ചെയ്തുകൊണ്ട് അത് നമുക്ക് അവകാശപ്പെട്ടുകൊണ്ട് ഇന്ന് രാത്രികാലം നമുക്കായിരിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. സഭയെ ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കാം. ഹല്ലേലൂയ. PMGയുടെ അനുഭവത്തിൽ ദൈവം ഈ ദേശത്ത്, ഈ നോർത്ത് ഈസ്റ്റിന്റെ പ്രദേശത്തെ ദൈവം നടത്തുന്നല്ലോ, പരിപാലിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം ഇന്ന് രാത്രികാലം ഒന്നുകൂടെ ചിന്തിപ്പാൻ തക്കണം, ഒന്നുകൂടെ പുനർവിചിന്തനം ചെയ്യുവാൻ തക്കണം നമ്മളെ ഓരോരുത്തരെയും ഒരുക്കാം. ഹല്ലേലൂയ. കർത്താവേ, എന്റെ കുറവുകൊണ്ട് ഈ ദേശത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരല്ലേ. ഹല്ലേലൂയ. ആ അനുതാപഗ്രഹത്തോടെ നമ്മളെ ഓരോരുത്തരെയും താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കടന്നു വരാം. ഹല്ലേലൂയ. ഉപവാസത്തിന്റെ അനുഭവത്തിലും പ്രാർത്ഥനയുടെ അനുഭവത്തിലും വിടുതലിന്റെ ഹല്ലേലൂയ പല കാര്യങ്ങളും സാധിക്കാതെ കടന്നു പോയപ്പോൾ കർത്താവ് തന്നെ പറയുവാൻ ഇടയായല്ലോ. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ നീങ്ങിപ്പോവുകയില്ല. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ പ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെ അനുഭവങ്ങളില് വിഷയങ്ങളുമാണ് നമുക്ക് കടന്നു വരാം. ഹല്ലേലൂയ. വിടുതലിന്റെ ദിവസമാക്കി, അനുഗ്രഹത്തിന്റെ ദിവസമാക്കി, പ്രാർത്ഥനയ്ക്ക് ജയം തരുന്ന ദിവസമാക്കി ദൈവം തീർത്തുകൊണ്ടിരിക്കാൻ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കാണ് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ആഗ്രഹത്തോടെ താല്പര്യത്തോടെ കർത്താവേ, അങ്ങയുടെ പക്കൽ നിന്ന് ചിലത് പ്രാപിപ്പാനാണല്ലോ ഞങ്ങൾ കടന്നു വന്നത് എന്നുള്ള ആ വലിയ ചിന്തയോടുകൂടെ ഹല്ലേലൂയ പ്രാപിച്ചവരായി മടങ്ങി പോകാൻ തക്കണം ഇന്ന് രാത്രികാലം നമ്മളെ ഓരോരുത്തരെയും ഒരുക്കിക്കൊണ്ടിരിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കടന്നു വരാൻ സാധിക്കാതെ പോയ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, തക്കതായ കാരണങ്ങളാൽ കടന്നു വരാൻ സാധിക്കാതെ പോയ പ്രിയപ്പെട്ടവരെ, അവരെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഈ രാത്രികാലം സമർപ്പിക്കാം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സഭയിലുള്ള പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും
നാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ശാരീരിക സുഖമില്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നാം ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കാം. ഹല്ലേലൂയ. സാമൂഹ്യത്തെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ശക്തീകരിക്കുന്ന ദൈവം, വിടുതലുള്ള ദൈവം. ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകൾ ഇത്രത്തോളം പരിപാലിച്ച ദൈവം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവൻ പ്രിയ സഹോദരന്റെ അവൻ ശരീരത്തിന്റെ അനുഭവങ്ങളുടെ മേൽ വിടുതലിന്റെ കരം നീട്ടുവാൻ ഏക താല്പര്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാസപ്പച്ചനായിട്ട് അമ്മാമയ്ക്കാട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ശാരീരികമായിട്ട് പ്രിയപ്പെട്ടവര് അവൻ സുഖമില്ലാതെ ഇരിക്കുമ്പോൾ ദൈവശക്തി പിന്നെയും വ്യാപരിപ്പാൻ തക്കണം. ഈ ദേശത്ത് നമുക്ക് ഈ സഭയുടെ അനുഭവങ്ങളിൽ അവൻ ഒരുക്കി തരുവാൻ തക്കണം. കഴിഞ്ഞ നാളുകൾ പ്രിയ ദേവദാസന്റെ ദൈവം ശക്തീകരിച്ച ദൈവം വിടുതലിന്റെ ദൈവമായി പിന്നെയും നിലനിർത്തേണ്ടതിന് ദൈവങ്ങളിലേക്ക് പ്രിയപ്പെട്ട ദാസിയെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കാം. നാം ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ പ്രിയപ്പെട്ടവർ, ഇവിടെ ഇപ്പോൾ കടന്നു വന്ന പ്രിയപ്പെട്ടവർ, ആരെങ്കിലും സൗഖ്യമില്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ, സ്തോത്രം എന്നാൽ വിളയില് എനിക്ക് അങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് പറയുവാൻ താല്പര്യമില്ലാത്തവർ, അങ്ങനെയുള്ളവരെ ഇതിനകത്ത് കണ്ടേക്കാം. എന്നാൽ ദൈവം അവരെ എല്ലാവരെയും കണ്ടിരിക്കാൻ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള പ്രിയപ്പെട്ടവർ, ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കാം. ഹല്ലേലൂയ. സാമിനെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം നമ്മുടെ അനേകം നമ്മുടെ യൗവനക്കാരായിട്ടുള്ള അനേകര് സ്തോത്രം നല്ലതായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പൈതലിന്റെ മേൽ ദൈവശക്തി വ്യാപരിച്ചുകൊണ്ട് സൗഖ്യമായി നോർമലായി വിടുതലായി തീരുമാനം ഏക ഹൃദയത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നാട്ടിൽ കടന്നുപോയ കർത്തദാസന്മാരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കോശോന്റെ ഭാഷനാട് സ്തോത്രം ചെയ്യാം. ജേക്കബ് വർഗീസ് ഭാഷനാട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അവരുടെ ശുശ്രൂഷകളെല്ലാം മാനിച്ച് തക്ക സമയത്ത് തിരിച്ച് സേഫായിട്ട് കടന്നു വരുവാൻ തക്കണം, ഒരുമിച്ച് ദൈവത്തെ ബന്ധപ്പെടുത്തുവാൻ തക്കണം ഇടയായിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ദൈവശുശ്രൂഷ ദൈവവേലക്കായി കടന്നുപോയ പ്രിയപ്പെട്ടവർ സൗഖ്യത്തോടെ അവരുടെ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ട് തിരിച്ചു കടന്നു വന്നല്ലോ. ദൈവത്തെ ബോധപ്പെടുത്താം. ഇനിയും കടന്നു പോയിരിക്കുന്ന പ്രിയപ്പെട്ടവര് വിശേഷാൽ ഡോക്ടർ ജേക്കബ് തോമസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. തന്റെ ശുശ്രൂഷ പിന്നെയും നിർവഹിയായ ദൈവം ചെയ്യേണ്ടതിനായിട്ട് പ്രിയ കർത്തദാസനെ ദൈവങ്ങളിലേക്ക് സ്തോത്രം ചെയ്യാം. ഈ ദേശത്ത് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും സുവിശേഷ വേല ചെയ്യുന്ന പ്രിയപ്പെട്ടവർ നമ്മുടെ മധ്യയുണ്ട്. ഹല്ലേലൂയ. അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവർ ചെയ്ത ശുശ്രൂഷകളെല്ലാം ദൈവസന്നിധിയിൽ അത് സൗരഭ്യവാസനയായി തീരട്ടെ. ഹല്ലേലൂയ. രാത്രികാലം വീണ്ടും ഹല്ലേലൂയ. ദൈവത്തെ അറിയുന്നതുകൊണ്ട് മാത്രം, ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രം കഷ്ടപ്പെടുന്നതായിട്ടുള്ള അനേകരുണ്ട്. ഹല്ലേലൂയ. ശേഷം മിഡിൽ ഈസ്റ്റ്, നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ, ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെയും ഹല്ലേലൂയ വാസ്തവമായി ഈ സത്യദൈവത്തെ അറിയുന്നതിന് കഷ്ടവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ടല്ലോ. ഹല്ലേലൂയ. അവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവനാമത്തിന് വേണ്ടി നിന്ദയും കഷ്ടവും പരിഹാസവും ഹല്ലേലൂയ അടിയും അതുപോലെയുള്ള എല്ലാ അനുഭവങ്ങളും ശാരീരിക പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ ദൈവമായ കർത്താവ് നമ്മളെ എത്രത്തോളം നിർത്തുന്നല്ലോ, പരിപാലിക്കുന്നല്ലോ. എന്നാലും നമ്മൾക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാനുള്ള വലിയ കടമയുണ്ട് എന്നുള്ളത് ഈ രാത്രികാലം ഓർത്തുകൊണ്ട് പ്രിയപ്പെട്ട അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ നാട്ടിലുള്ള പ്രിയപ്പെട്ടവർ, ശാരീരിക സുഖമില്ലായിരിക്കും നമ്മുടെ അപ്പച്ചന്മാരെ അപ്പച്ചിമാരെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കാം. ദൈവശക്തി വ്യാപരിക്കാൻ തക്കണം. ദൈവത്തിന്റെ ഒരു പരിശുദ്ധാത്മാവ് വ്യാപരിക്കാൻ തക്കണം ഇടയായിത്തീരട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കേരള ദേശത്ത് അടുത്ത മാസം നടക്കുന്ന ഇലക്ഷനെ ദൈവങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കാം. ഹല്ലേലൂയ. കേരളത്തില് ഇങ്ങനെ ഇപ്പൊ പോലും ചില സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അതിനെതിരായി അതിന്റെ രീതിയിലുള്ള ഏതെങ്കിലും ഒരു ഭരണം മുന്നോട്ട് കടന്നു വന്നാൽ എത്രമാത്രം ബുദ്ധിമുട്ടാകുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാൻ തക്കണം കഴിവുള്ളവരാണല്ലോ. ഹല്ലേലൂയ. ആകയാൽ ഹല്ലേലൂയ തടസ്സമുള്ള ഒരു മന്ത്രിസഭയും കേരളത്തിന്റെ പ്രദേശത്ത് കടന്നു വരുവാനിടയാകാതെ സ്തോത്ര ദൈവികമായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളും നമ്മുടെ സഹോദരങ്ങൾ ചെയ്തത് അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ പിന്നെയും തുടരുവാൻ തക്കണം. കാരണം അതിനനുസരിച്ചുള്ള ഭരണം കേരളത്തിൽ വീണ്ടും വരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നോർത്ത് ഇന്ത്യ അടുത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് ഈ രാത്രി ഹല്ലേലൂയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, കഷ്ടപ്പാട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ദൈവങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കാം. നമ്മുടെ യൗവനക്കാരെ ദൈവങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും ദൈവസന്നിധിയില് അനന്യരും നിന്നയില്ലാത്തവരും അതുപോലെ അനുഗ്രഹത്തിന്റെ വഴിയുള്ളവരായി തീരുവാൻ തക്കണം. ദൈവങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ താഴ്ത്തി സമർപ്പിക്കാം. ഹല്ലേലൂയ. നമ്മൾ യൂത്ത് വാസിനെ നോക്കിക്കൊണ്ടിരിക്കുന്നല്ലോ. തക്ക സമയത്ത് ദൈവം അയക്കുന്ന ഒരു ദൈവദാസൻ കുഞ്ഞുങ്ങളെ നയിക്കേണ്ടതിനായിട്ട് ദൈവങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കാം. ഹല്ലേലൂയ. ഈ വിഷയങ്ങളും ഞാൻ വിട്ടുപോയ ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ, നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വിട്ടുപോയ വിഷയങ്ങളും ഉണ്ടെങ്കിൽ അത് ഓർത്തുകൊണ്ട് ഹല്ലേലൂയ സഹോദരന്മാരുടെ ഭാഗത്തുനിന്നൊരാക്കും സഹോദരിമാരുടെ ഭാഗത്തുനിന്നൊരാക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒരാളെ ലീഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ആകയാൽ ഒരേ ശബ്ദത്തോടെ കർത്താവേ ഇത് എന്റെ വിഷയമാണെന്ന് ഓർത്തുകൊണ്ട് ഞാൻ
ഈ പറയപ്പെട്ട എല്ലാ വിഷയങ്ങളും ഓർക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ ഹല്ലേലൂയ എന്റെ വിഷയമാണെന്ന് ഓർത്തുകൊണ്ട് ആത്മാർത്ഥതയോട് ആ താല്പര്യത്തോട് ആ നമ്മുടെ ഭവനത്തിൽ സംഭവിക്കുന്ന ബുദ്ധിമുട്ടുള്ള അനുഭവം പോലെ അതുപോലെ നമുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ തക്കോടെ ഒരുക്കട്ടെ. സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് ഒരാൾക്കും സഹോദരിമാരുടെ ഭാഗത്തുനിന്നും ഒരാൾക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി ജീസസ്, സ്തോത്രം, ഹല്ലേലൂയ. ജീവിക്കുന്നതിനാൽ ഞങ്ങൾ ജീവിക്കുന്നു. അവിടുത്തെ പരിപാലനത്തിനും സ്നേഹത്തിനും കാവലിനും പറഞ്ഞു തരാത്ത ദാനങ്ങൾക്കായി കൃഷ്ണമണി പോലെ ഞങ്ങളെ അവിടെ എവിടെയായിട്ട് പരിപാലിച്ച ദൈവകൃപയ്ക്കായിട്ട് ഞങ്ങളാവുന്ന അങ്ങയുടെ കൃപ മാത്രമാണ്. അവിടെ ഒരു നന്മയും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല. പുകഴുവാനൊന്നുമില്ല, അവിടുത്തെ ക്രൂശില് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അവിടുത്തെ പാദത്തിൽ ഞങ്ങളെ ഓരോരുത്തരെ സമർപ്പിക്കുന്നു. ചെയ്ത ഉപകാരങ്ങള് ഞങ്ങളെന്നും പകരം ചെയ്യും. രക്ഷയുടെ പ്രവൃത്തിയോവയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ തന്നെ ദൈവീയാത്മാവ് ജീവനും വിശുദ്ധിയും അങ്ങേക്ക് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ കുറ്റങ്ങളും നന്ദികേടുകളൊക്കെ ക്ഷമിക്കണമേ. പ്രാർത്ഥനാക്കുറവ്, ആരാധനാക്കുറവ്, അനധ്യാനക്കുറവ് ഞങ്ങൾ കുറവുള്ളവരാണ് സമ്മതിക്കുന്നില്ലാതെ ദൈവസന്നിധിയിലാകട്ട് പോലൊന്നും ആയിട്ടില്ല. അവിടുന്ന് ആഗ്രഹിക്കുന്നതിലൊന്നും ആയിട്ടില്ല. സമ്മതിക്കുന്നു. സമയങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ അവസ്ഥകളെയും നന്നായി അറിയുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന് തക്കവണ്ണം ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കർത്താവിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നുമില്ല. ഞങ്ങളെ ഓരോരുത്തരെയും ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. ജോലിയിൽ ബന്ധപ്പാട് എല്ലാം കഴിഞ്ഞ് എല്ലാം മാറ്റിവെച്ച് കർത്താവിന്റെ ഭാഗത്തിലായിരിക്കാണെന്ന ഭാഗ്യത്തിനാണ് സ്തോത്രം. ഇടകൈ തിരിച്ചറിയാതെ ഈ നല്ല സ്നേഹിതനായ കർത്താവിനെ തിരിച്ചറിയാതെ കർത്താവ് എത്രയോ പേര് ലക്ഷ്യമില്ലാതെ ലോകത്തിന്റെ ചുറ്റുപാട് നട്ടതിരിയുമ്പോൾ ദൈവ സമാധാനം തന്നു, സന്തോഷം തന്നു, പ്രത്യാശ തന്നു, നിത്യജീവനെ തന്നു. ഞങ്ങളെ വിനേരി രക്തത്താൽ വീണ്ടെടുത്തു. അവരുടെ മക്കളും പ്രിയമക്കളുമായി തീർത്ത വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവേ, അവിടുത്തെ കൃപകളെ തേടി വന്നു. അന്യരും പരദേശികളുമായിട്ട് ഞങ്ങളെ കർത്താവിന്റെ രക്തത്താൽ ഞങ്ങളെ വിലക്ക് വാങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ അപ്പച്ചന് ഞങ്ങൾ വസിക്കുവാൻ, പരിശുദ്ധാത്മാവ് ഞങ്ങൾ വസിക്കുവാൻ, അവിടുത്തെ വചനം ഞങ്ങൾ വസിക്കുവാൻ, കർത്താവിൽ ഞങ്ങൾക്ക് വസിക്കുവാൻ ഞങ്ങളുടെ ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. വലിയ സന്തോഷത്തിനായിട്ട് സമാധാനം സ്തോത്രം. സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം ക്രിസ്തുയേശുവിൽ കൂടെ തന്നതിനായിട്ട് സ്തോത്രം. ഈ സമാധാനം അനുഭവിക്കാതെ, ഈ സന്തോഷം അനുഭവിക്കാതെ പ്രത്യാശയിൽ ആരെങ്കിലും ഇന്ന് രാത്രി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ ക്രിസ്തുവിനെ പ്രാപിപ്പാൻ, നല്ല ക്രിസ്തുവിനെ കൊണ്ട് പോകുവാൻ, ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ, സമാധാനം പ്രാപിപ്പാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂടിവരവൊക്കെയും ഞങ്ങളുടെ ആത്മീയ വർദ്ധനയ്ക്ക് ഇടയാകണമേ. ഐക്യതയോടെ, സ്നേഹത്തോടെ ഒന്നിച്ച് പ്രാർത്ഥിപ്പാൻ, ഹൃദയത്തോടെ പ്രാർത്ഥിപ്പാൻ ഇടയാകണമേ. ഐക്യതയിൽ വിടുതലുണ്ടല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. സ്നേഹത്തിന്റെ വടിയുമായിട്ട് അല്ലേ ഞങ്ങളെ കർത്താവിനെ സേവിപ്പാൻ ഇടയാകണമേ. സത്യത്തിന്റെ പാതയിൽ, വിശുദ്ധിയുടെ പാതയിൽ ഹല്ലേലൂയ നടക്കുവാൻ, കർത്താവിനെ സ്നേഹിപ്പാൻ, ആ ദൈവ സ്നേഹത്താൽ നിറയപ്പെട്ടവരായി അന്യനെ സ്നേഹിപ്പാൻ, കർത്താവെ കരുതുവാൻ, ബഹുമാനിപ്പാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ വലിയ ദാസന്മാർക്കായിട്ട് സ്തോത്രം, സ്തോത്രം. ഈ തരത്തിലുള്ള ശുശ്രൂഷകള് നീ അവരെ മാനിച്ച് നടത്തുന്നതിനാണ് ദൈവത്തിന്റെ കൃപ ശക്തി പകരണമേ. വെളിപ്പെടുത്തണമേ. തീർത്ത് വലിച്ചെടുക്കുവാൻ പ്രാർത്ഥിക്കുന്നു. അമേരിക്കയുടെ പ്രദേശത്തിന്
വേറെ ചെയ്യുന്നവരുണ്ട്. ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ വേറെ ചെയ്യുന്നവരുണ്ട്. നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ വേറെ ചെയ്യുന്നവരുണ്ട്. കർത്താവേ, സത്യത്തിന് സാക്ഷ്യം വഹിപ്പാൻ പരമാർത്ഥ ഹൃദയത്തോടെ ക്രൂശിന്റെ മറവിൽ പറഞ്ഞിരുന്ന വചനപ്രകാരം മുന്നേറുവാൻ ഇടയാക്കണമേ. തെറ്റുപാടുള്ളവരെ മറക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ത്യകാലത്ത് ഉള്ള ശുശ്രൂഷയ്ക്കായി അവരെ ഒരുക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ സഭയിലുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും വഹിക്കുന്ന എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനാണ് എല്ലാ പ്രവർത്തനങ്ങളും ഐക്യതയോടെ നിന്ന് കർത്താവിന്റെ നാമത്തിന് വേണ്ടി തനിക്ക് വേണ്ടി പ്രവർത്തിപ്പാട്ടക്കൊള്ളണം. ഓരോരുത്തരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിച്ചാണ്. കുഞ്ഞുങ്ങളെ ബാലാശോട് വിടുവിക്കണമേ. ആദ്യകാല യൗവനങ്ങളെ രക്തകോപങ്ങളും മറക്കണമേ. നമ്മുടെ ദൈവകൃപയുടെ അടിസ്ഥാനത്തിനും ദൈവത്തിന്റെ വചനം ഉപദേശിച്ച് കൊടുക്കുവാൻ മാതാപിതാക്കളെ സജ്ജനാക്കണമേ. കർത്താവേ, ശക്തീകരിക്കണമേ. കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ടുള്ളവരെ മറക്കാൻ എല്ലാ മാതാപിതാക്കളെയും ബലപ്പെടുത്തണമേ. രോഗത്തിലൂടെ കടന്നു പോകുന്നവരുടെ ക്ഷീണത്തിലുണ്ട്. അവർ ഈ നാളുകളിൽ വിടുതൽ പ്രാപിച്ച് ദൈവത്തിന് വേണ്ടി മുന്നേറുവാൻ തക്കവണ്ണം ഇടയാകേണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രുക്കളെ തകർത്തുകളയുവാൻ ഇടയാക്കാതെ വചനത്തെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് ഞങ്ങൾ ജയാളികളുടെ കൂട്ടത്തിലായിരിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പരീക്ഷകൾ പരിശോധനയുണ്ട്. ജയത്തോടെ മുന്നേറുവാൻ എന്റെ കർത്താവിനോട് കൂടെ തീരുമാനിക്കുവാൻ കർത്താവിനോട് വന്നിരിക്കുവാൻ നീ ഓരോരുത്തർക്കും സഹായിക്കണമെന്ന് ഏൽപ്പിക്കുന്നു. നിരാശകളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. നല്ല വചനങ്ങളെ നൽകി തരണമേ. കർത്താവിന്റെ ദാസനെ കുറിച്ച് മരണമേ. ബലപ്പെടുത്തി കാട്ടുമരത്തിന്റെ വാരത്തിൽ കൊടുത്താണ് ഞങ്ങളുടെ കൂടെ ഒരേ അനുഗ്രഹമാക്കി നിൽക്കണമേ. പ്രാപിച്ച് സൗഖ്യം പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച് കടന്നു അതിവേഗപ്പെടുന്ന വചനം വായിച്ച് ഞങ്ങളുടെ പ്രിയമുള്ളവരെ വിടുവിക്കണമേ. കടന്നുവരാൻ കഴിവില്ലാതെ പ്രായത്തിൻ്റെ ക്ഷീണത്തിലായിരിക്കുന്നവരെ ബലപ്പെടുത്തിയാണ് ശക്തീകരിച്ചാണ് നാം എല്ലാറ്റിനും കൂടെ ഭക്തമെടുക്കണമേ. വീണ്ടും ശബ്ദത്തിന്റെ വലിയ നാമത്തിൽ തന്നെ. Amen, amen, amen. Glory, glory. ആരാധന നടക്കുന്ന
വിവിധ വംശങ്ങളോടൊപ്പം ആരാധിക്കുന്നു. സഭയെ നീ ശുദ്ധീകരിക്കുമെന്ന് ഹല്ലേലൂയ. അനേക മുസ്ലിംമാരെ സഭയിൽ നിലനിൽപ്പിക്കുന്നു. പ്രായപ്പാൻ വേണ്ടിയിട്ടില്ല. നീ വാക്കുന്ന പ്രായപ്പാന്റെ ഗുണങ്ങൾ സാഹചര്യങ്ങളെ തന്നെ ചോദനയെ തടുത്തു ഒരു വാദത്തോടെ സഹായിക്കുകയും പ്രിയപ്പെട്ടവർ രോഗികളായി കഴിയുന്നു. നീ അവരെ അറിയുന്നല്ലോ. ഏറിയ വർഷങ്ങളായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. വീണ്ടെടുക്കപ്പെട്ട ജനങ്ങൾ രോഗികളായി കഷ്ടപ്പെടുവാൻ നീ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് വാക്കുകളും ബലം ക്ഷയിക്കുമ്പോൾ നീ കൊണ്ടിരിക്കാവുന്ന ദാസിന് വേണ്ടി ഓടിയത് ആരോഗ്യ ബലത്തോടെ ജീവിക്കാൻ നീ അവരെ സഹായിക്കുന്നു. സാമ്പത്തികനോട് പ്രാർത്ഥിക്കുന്നു. ദാസിനോട് നീ മനസ്സിലാക്കി സൗഖ്യമാകുന്ന ശക്തി വെച്ചാവേ ആ ദാസിനെ വേണ്ടി വാഴവേന്ന് പ്രാർത്ഥിക്കുന്നു. തുടങ്ങി നിൽക്കണേ പൂർണ്ണ സൗഖ്യത്തിന് ദാസിനെ ഈ ദിവസങ്ങൾ വസിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ മാറ്റി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ പ്രാർത്ഥിക്കുന്നു. നീ മനസ്സിലാക്കി സൗഖ്യമാകുന്ന ശക്തി പൂർണ്ണ ആരോഗ്യത്തോടെ ബലത്തോടെ പറയുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കൊടുത്തതെല്ലാം യൂട്യൂബ് ആഗ്രഹിക്കുന്നു. ഒരു വ്യക്തിയും മാനുഷികമായ ജനതെടുപ്പ് ഈ ദിവസങ്ങളിൽ അവരോട് മനസ്സിലാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദിവസങ്ങൾ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷിപ്പാവരെ ഒരുക്കണമെന്ന് നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഈ ദിവസങ്ങളിൽ കർത്താവേ, ഈ ദിവസങ്ങളിൽ കർത്താവേ നിന്റെ കർത്താവേ ഓരോ വ്യക്തികളും മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അഭിഷേകത്തിൽ നഗരത്തിൽ ആരാധിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്യഭാഷ അടയാളത്തോടെ കർത്താവേ ഇന്ന് ജനത്തിൽ ആരാധിച്ച് കർത്താവേ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തി സഭയെ പരിപാലിക്കാൻ ആവശ്യമായ ജ്ഞാനവും എല്ലാവരെയും സമർപ്പിക്കുന്നവരെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും വ്യക്തിപരമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വിശേഷമായി കോശിനോട് പ്രാർത്ഥിക്കുന്നു. ശക്തി ഭാരതമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നുപോയി നിന്റെ വചനം ഘോഷിച്ച് മടങ്ങി വന്നുവല്ലോ അവരുടെ ശിഷ്യയിൽ കൂടെ രക്ഷിതമായി സ്വീകരിച്ചവരെ അവരുടെ കർത്താവെ വിശ്വാസം നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടുകൊണ്ട് പരിവർത്തിക്കണ കർത്താവെ അവർ തങ്ങളുടെ ഹൃദയങ്ങളെ ക്രിസ്തുവിനോട് സമർപ്പിക്കാൻ രക്ഷിക്കപ്പെട്ട സ്നാനത്തിൽ ആരാധിപ്പാതെ കാണണം നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാസന്മാരുടെ സ്വതന്ത്രമായ ഒത്തുകളൊന്നും നഷ്ടമായി പോകാൻ നന്ദിയോടെ സ്തോത്രം. ഇനിയും നിന്റെ വേലക്കായി കടന്നുപോകാൻ ഉദ്ദേശിക്കുന്ന ദാസന്മാരെ അറിവിലേക്ക് സമർപ്പിക്കാറുണ്ടാവേ. പുതിയ ശക്തി പുതിയ കൃപ വളർന്ന് അനേക കാര്യങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ അനേക രോഗികളെ സൗഖ്യമാക്കുവാൻ അനേകരുടെ ബന്ധനങ്ങളെ അടിപ്പാൻ തക്കോണം ദൈവദാസന്മാരെ നീ അതിശക്തമായി മടങ്ങി വരുവാൻ നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. സഹായത്തെ ഒരുക്കപ്പെട്ട ഹൃദയത്തോടെ നടന്നു വരുവാൻ ആരാധിപ്പാൻ ഓരോ വ്യക്തി ജീവിതങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മേശയുടെ മധ്യ നാളെ ഉണ്ടല്ലോ പ്രാധാന്യത്തോടെ
ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതിനോടെ സ്തോത്രം ചെയ്യുന്നു. ദേവദാസന്മാരെ അവിടുന്ന് ബലപ്പെടുത്തുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷേ ടിവിയോട് കരങ്ങൾ ഉപയോഗിക്കണമെന്ന് അഭിഷേകത്തിന്റെ നിറവേൽ കർത്താവേ എല്ലാവരെയും നാളെ നിന്റെ വചനം നല്ല പോലെ ആയി തീരട്ടെ. ഞങ്ങളുടെ മുഖാന്തരം വരുത്തട്ടെ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവേ ഉരുക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. എല്ലാ ഹൃദയ കാഠിന്യങ്ങളും നീങ്ങി പോകട്ടെ കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ എഴുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. നമ്പേഴ്സ് 40:21. എങ്കിലും എന്നാണ് ഭൂമിയെല്ലാം യഹോവയുടെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കും. എന്റെ തേജസ്സും മിസ്രയീമിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടുള്ള പുരുഷന്മാരെല്ലാവരും ഇപ്പോൾ 10 പ്രാവശ്യം എന്നെ പരീക്ഷിക്കുകയും എന്റെ വാക്ക് കൂട്ടാക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് അവരുടെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ള ദേശം അവർ കാണുകയില്ല. എന്നെ നിരസിച്ചവർ ആരും അത് കാണുകയില്ല. എന്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവമുള്ളതുകൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 13-14 അധ്യായങ്ങളിൽ ഇസ്രായേലിന്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു പരാജയം സംഭവിച്ചതായ സമയമാണ്. ഖാദേശ് ബർണിയ എന്ന സ്ഥലത്ത് വെച്ച് ദൈവത്തെ പരീക്ഷിച്ച ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ദൈവം വളരെ വേദനയോടെ സംസാരിച്ച വേദഭാഗങ്ങളാണ് 13-14 അധ്യായങ്ങൾ. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് 15 മാസങ്ങൾ കഴിഞ്ഞു. ഏതാണ്ട് 400 മൈൽ അവര് സഞ്ചരിച്ച് കനാൻ ദേശത്തോട് വളരെ അടുത്തു വന്നതായ സമയം, കനാൻ ദേശത്തിലേക്ക്, അവകാശ ദേശത്തിലേക്ക് പ്രവേശിക്കുവാനായി 400 മൈൽ സഞ്ചരിച്ച് അടുത്തു വന്ന് അടുത്ത ചില ദിവസങ്ങൾക്കകം ദേശം കൈവശമാക്കുവാനായി ദൈവം കൊടുത്ത ആ പ്രത്യേക അവസരത്തിൽ ദൈവം ദേശം ഒറ്റുനോക്കാനായിട്ട് 12 ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രമാണികളെ, പക്വതയുള്ള, പരിജ്ഞാനമുള്ള, അറിവുള്ള, നേതൃത്വ പാഠവുമുള്ളവരെ ദൈവത്തിന്റെ ആലോചന പ്രകാരം ഒറ്റുനോക്കേണ്ടതിനായി അയച്ചു. എന്നാൽ അതിൽ 10 പേർ വന്ന് വളരെ പ്രതികൂലമായ തങ്ങളുടെ റിപ്പോർട്ട് നൽകുകയും 2 പേര് മാത്രം ദൈവത്തിന്റെ ആലോചന പ്രകാരമുള്ള റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ട് ദൈവത്തെ പ്രകോപിപ്പിച്ചതായ ആ സംഭവമാണ് നാം ഈ അധ്യായങ്ങളിൽ കാണുന്നത്. കർത്താവിന് സ്തോത്രം. ഇറങ്ങിത്തിരിച്ചിട്ട് ലക്ഷ്യം തെറ്റിപ്പോയ ജനം എന്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചു? ആത്മീയ ഗോളത്തിൽ എന്നും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ലക്ഷ്യം തെറ്റിപ്പോവുക എന്നുള്ളത്. പാപം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ലക്ഷ്യം തെറ്റിപ്പോവുക എന്നാണ്. ആ ലക്ഷ്യം തെറ്റുന്നത് 2 ഇഞ്ച് തെറ്റിയാലും 2 മൈൽ തെറ്റിയാലും 20 മൈൽ തെറ്റിയാലും ലക്ഷ്യം തെറ്റുക. അതുകൊണ്ട് കൂടുതൽ തെറ്റിയാലും കുറച്ച് തെറ്റിയാലും ലക്ഷ്യം തെറ്റിപ്പോയാൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയില്ല.
കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ നമ്മെ ഓർപ്പിച്ചുണർത്തുന്നതാണ്, നാം എന്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചോ അവിടേക്ക് സ്ഥിരതയോടെ നമ്മൾ പോകുന്നവരായിരിക്കണം. നമ്മെ എന്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചു? ഇസ്രായേൽ മക്കൾ എന്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചു? അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചപ്പോൾ ദൈവം അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. ഹല്ലേലൂയ. അപ്പോൾ ദൈവമാ പറഞ്ഞ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുമെന്ന്. അവരെ പോയി നോക്കിയപ്പോൾ തങ്ങളെക്കാൾ നല്ല ആരോഗ്യവും നീളവും യുദ്ധ കഴിവ്, ബലമുള്ള പട്ടണങ്ങൾ, അനാക്കിയ മല്ലന്മാർ, ഇങ്ങനെയൊക്കെ ഉള്ളവരെ ആ ദേശത്ത് കണ്ടപ്പോഴാണ് അവരധൈര്യപ്പെട്ടു പോയത്. എന്നാൽ ദൈവത്തിന് അവരോട് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്താണ് ദൈവത്തിന് പറയാനുള്ളത്? കർത്താവ് പറയുന്നത്, എന്നാണ ദൈവം തമ്പുരാൻ ആണയിടുവോ? ദൈവം തമ്പുരാൻ ആണയിടും. ദൈവം തമ്പുരാൻ ആണയിട്ട് തൻ്റെ മക്കളോട് പറയുന്നു. എന്താണ് കാര്യം? അവർ പലപ്പോഴും ദൈവത്തെ വിശ്വസിക്കുന്നില്ല. കർത്താവിനെ വിശ്വസിക്കാത്തതുകൊണ്ട് ദൈവം പറയുക, ഞാൻ ആണയിട്ട് പറയുന്നു. എന്നാൽ ദൈവം ആണയിട്ട് പറയുമ്പോൾ എന്നാണ എന്നാ പറയുന്നത്. കാരണം എന്നേക്കാൾ വലിയത് വേറെ ഒന്നും പ്രപഞ്ചത്തിൽ ഇല്ലാത്തത് കൊണ്ട് എന്നാണ് ദൈവം ഉറപ്പിച്ചു പറയുന്നു, ഭൂമിയെല്ലാം യഹോവയുടെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കും. ഭൂമിയെല്ലാം യഹോവയുടെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കും. കർത്താവ് പറയുക, അതിനാർക്കും ഒരു മാറ്റവും വരുത്താൻ പറ്റത്തില്ല. മനുഷ്യനോ ദൂതന്മാർക്കോ പിശാചിനോ വേറെ യാതൊന്നിനും ദൈവത്തിന്റെ ഈ കാര്യത്തിന് ഒരു വ്യത്യാസവും വരുത്താൻ പറ്റത്തില്ല. ഈ ഭൂമി മുഴുവനും ദൈവ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കും. എന്നാൽ വ്യത്യാസം വരുത്തുന്ന കാര്യം എന്താണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്, എന്റെ തേജസ്സും മിസ്രയീമിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടുള്ള പുരുഷന്മാരെല്ലാവരും ഇപ്പോൾ 10 പ്രാവശ്യം എന്നെ പരീക്ഷിക്കുകയും എന്റെ വാക്ക് കൂട്ടാക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട്. അപ്പോൾ ദൈവം പറയുന്നു, ഈ ഭൂമി മുഴുവനും എന്റെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കും. എന്നാൽ എന്റെ തേജസ്സും മരുഭൂമിയിൽ വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടുള്ള പുരുഷന്മാർ. ദൈവം പറയുക, എന്റെ തേജസ്, ഭൂമിയെല്ലാം എന്റെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കും. എന്നാൽ ദൈവം പറയുക, എടുത്തെടുത്ത് കുറെ ആളുകൾ എൻ്റെ തേജസ് കണ്ടവരാണ്. എൻ്റെ തേജസ് കണ്ടവർ. എന്താണ് തേജസ്? ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ സ്വഭാവം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഏറ്റവും കാതലായത് എന്താണോ അത് കണ്ടവർ. അതാണ് മഹത്വം. ഏത് മനുഷ്യന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ്, താലന്ത്, പ്രത്യേകത എന്താണോ അതിനാണ് ആ മനുഷ്യന്റെ മഹത്വം എന്ന് പറയുന്നത്. ദൈവം പറയുകയാണ്, എൻ്റെ മഹത്വം ഞാൻ കാണിച്ച പുരുഷന്മാർ അല്ലേ എൻ്റെ ജനം. ഞാൻ എൻ്റെ മഹത്വം കാണിച്ച എൻ്റെ പുരുഷന്മാർ എവിടെ? മിസ്രയീമിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ടുള്ളവർ. ദൈവം പറയുക, എന്താണ് എൻ്റെ മഹത്വം? എൻ്റെ മഹത്വം ഞാൻ ചെയ്ത അടയാളങ്ങൾ. ഞാൻ ചെയ്ത അടയാളങ്ങൾ എൻ്റെ മഹത്വത്തെ കാണിക്കുന്നതാണ്, എൻ്റെ ശക്തിയെ കാണിക്കുന്നതാണ്, ഞാൻ ആരാണെന്നുള്ളത് കാണിക്കുന്നതാണ് എൻ്റെ പ്രവൃത്തികൾ. ഞാൻ ആരാണെന്ന് ദൈവം കാണിച്ചു. ദൈവം ആരാണെന്നാണ് കാണിച്ചത്? ഈ ദൈവം വിടുവിക്കുന്ന ഒരു ദൈവമാണെന്ന് ദൈവം കാണിച്ചു. ഞാൻ വിടുവിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് അവരോട് പറയാനുള്ളത്, ഫറവോന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിച്ചത് നിങ്ങളുടെ ശക്തി കൊണ്ടാണോ? അങ്ങനെ അല്ലെങ്കിൽ പിന്നെ അമാലേക്കിനെ കണ്ടിട്ട് ഈ റിപ്പോർട്ടും കൊണ്ട് വരേണ്ട കാര്യം എന്നാ? ദൈവമായ കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ദേശം തരുമെന്നല്ല, നിങ്ങളൊരു ദേശത്ത് കയറുമെന്നല്ല പറഞ്ഞത്. പിന്നെ
ഞാൻ നിങ്ങൾക്കൊരു ദേശം തരുമെന്നാണ്. അതിന്റെ തെളിവായിട്ടാണ് എൻ്റെ മഹത്വം ഞാൻ നിന്നെ കാണിച്ചത്. മിസ്രയീമിൽ വെച്ച് ഞാൻ നിന്നെ കാണിച്ചത്. ഫറവോനുമായിട്ട് നിനക്ക് ഏറ്റുമുട്ടാൻ യാതൊരു സാധ്യതയുമില്ല. എന്നാൽ എൻ്റെ മഹത്വം ഞാൻ കാണിച്ചത് ഞാൻ നിനക്കൊരു ദേശം തരാമെന്ന് പറഞ്ഞത് കൊണ്ടാണ്. നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ട്, വിളിച്ചു വരുത്തിയിട്ട് അത്താഴമില്ലെന്ന് പറയും. മലയാളികളുടെ പ്രത്യേകതയാ, അവര് ആരെങ്കിലും അത്താഴം തരാൻ വാന്ന് പറഞ്ഞാലൊന്നും അവർ പോകുന്നവരല്ല. കഴിക്കാമെന്ന് പറഞ്ഞാൽ ഉടനെ പറയുന്നത് വേണ്ടാന്നേ പറയത്തുള്ളൂ. അതാണ് നമ്മുടെ കൾച്ചർ. കഴിക്കാം, വാ ഇവിടെ കഴിക്കാമെന്ന് പറഞ്ഞാൽ വേണ്ട, എനിക്ക് വേണ്ട, ഇല്ല കഴിക്കുന്നില്ലെന്നേ പറയത്തുള്ളൂ. എൻ്റെ ചെറുപ്പത്തിലും അങ്ങനെ ആരെങ്കിലും നാട്ടുകാരും വല്ലതും കഴിക്കാമെന്നോ വല്ലോ വാ ഇച്ചിരി നമുക്ക് ഒരുമിച്ചിരിച്ചിരി ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞാൽ കഴിക്കത്തില്ല. പിന്നെ പാസ്റ്ററായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പോന്നണം എല്ലാം കഴിക്കാൻ തുടങ്ങി. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ദൈവം തമ്പുരാൻ പറയുക, ഞാനൊരു കാര്യം പറയുന്നത് എന്നെ ആണയിട്ടാ പറയുന്നത്. ഞാൻ പറയുന്ന ഓരോ കാര്യത്തിനകത്തും എൻ്റെ മഹത്വമുണ്ട്. എൻ്റെ പ്രവൃത്തിയിൽ എൻ്റെ മഹത്വം ഉള്ളതുപോലെ തന്നെ എൻ്റെ വാക്കിൽ എൻ്റെ മഹത്വമുണ്ട്. അതുകൊണ്ട് എൻ്റെ വാക്ക് കേൾക്കുന്ന പുരുഷൻ, സ്ത്രീ, എൻ്റെ വാക്ക് കേൾക്കുന്ന മനുഷ്യൻ എൻ്റെ മഹത്വമായിട്ട് വേണം ആ വാക്ക് കേൾക്കാൻ. എൻ്റെ തേജസ്സായിട്ട് വേണം ആ വാക്ക് കേൾക്കാൻ. ഹല്ലേലൂയ. ദൈവം ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ദൈവത്തിന്റെ മഹത്വമാണ് ദൈവം കാണിക്കുന്നത്. ദൈവം മഹത്വം കാണിക്കുമ്പോൾ എന്ത് ചെയ്യണം? കർത്താവ് എന്തിനു വേണ്ടി വിളിച്ചു വേർതിരിച്ചു? ദൈവം പറയും, ഞാൻ വിളിച്ചു വേർതിരിച്ചത്, ഞാൻ വിളിച്ചുകൊണ്ട് വന്നത് ഒരു ദേശം നിനക്ക് തരാൻ വേണ്ടിയാ. ഏതെങ്കിലും ദേശം തരാൻ വേണ്ടിയല്ല, പാലും തേനും ഒഴുകുന്ന ദേശം തരാൻ വേണ്ടിയാ. അവര് പോയി കണ്ടപ്പോൾ കണ്ടു, ശരിയാണ്, ഈ ദേശത്ത് പാലും തേനും ഒഴുകുന്ന ദേശമാണ്. ഒരു മുന്തിരിക്കുല തന്നെ രണ്ടുപേര് എസ്കോൽ എന്ന സ്ഥലത്ത് നിന്ന് തോളയിൽ വെച്ചുകൊണ്ടാണ് ഒരു പെട്ടകം ചുമക്കുന്ന പോലെ തന്നെ ഒരു വലിയ കഴ എടുത്തിട്ട് ആ കഴയുടെ നടുക്കൂടെ ഒരു കൊല തൂക്കിയിട്ട് രണ്ടുപേരും തോളെ വെച്ചുകൊണ്ടാണ് വന്നത്. അതുപോലെ നല്ല സ്ഥലമാണ്, ദേശമാണ്, കൊള്ളാകുന്നതാണ്, നല്ല പട്ടണങ്ങളാണ്, ഇതെല്ലാം നല്ലതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം പറഞ്ഞത് ഞാൻ അത് തരാമെന്നും പറഞ്ഞാ കൊണ്ടുവന്നത്. അതുകൊണ്ട് ജീവിതത്തില് ഇറങ്ങി തിരിച്ചിട്ട് ലക്ഷ്യം എന്തായിരിക്കണം? അത് തന്നെ ആയിരിക്കണം. എന്തിനു വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിച്ചു? ഞാൻ എന്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചു? എന്റെ ദൈവം എന്നെ എന്തിനു വിളിച്ചു? ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. നമ്മളെ വിളിച്ചത് എന്തിനു വേണ്ടിയാണ്? ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യമാണ് നമ്മൾ എല്ലാവരോടും സുവിശേഷം പറയും. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും. ദൈവം തമ്പുരാൻ വിളിച്ചത് എന്തിനു വേണ്ടിയാണ്? നശിച്ചു പോകാതിരിക്കാനുള്ള വഴി എന്താണ്? നിത്യജീവൻ പ്രാപിക്കാം. കർത്താവ് പറയുക, ഒന്നുകിൽ നിത്യജീവൻ പ്രാപിക്കണം, അതിനുവേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്, അല്ലെങ്കിൽ നശിച്ചു പോവുക. ഇതിൽ വേറെ മൂന്നാമതൊരു വഴിയും കൂടി ഇല്ല. ഒന്നുകിൽ നിത്യജീവൻ പ്രാപിക്കാൻ, അല്ലെങ്കിൽ നശിച്ചു പോകാൻ. ഇത് രണ്ട് വഴിയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വിളിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഞാൻ വിളിക്കുന്നത് നിത്യ ജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ്. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രധാനപ്പെട്ട വിഷയമായിരിക്കണം. നമ്മുടെ വീടിന്റെ പ്രത്യേകതയായിരിക്കണം. നമ്മുടെ വീട് നിത്യജീവന് വേണ്ടി ജീവിക്കുന്ന വീടായിരിക്കണം. അങ്ങനെ വീടുണ്ടോ? അയ്യാ, അങ്ങനെ വീടുണ്ട്. അങ്ങനെയുള്ള വീട്ടിൽ വീട്ടുകാർക്കെല്ലാം ബോധമുണ്ട്, ഞാന് ഈ ലോകത്തിന് വേണ്ടി ജീവിച്ച് നശിക്കാനുള്ളവനല്ല, ഞാൻ നിത്യജീവന് വേണ്ടിയാണ് ഈ വീട്ടിലും ജീവിക്കുന്നത്. ആ വീട്ടിലെ കുഞ്ഞുങ്ങൾ ജനിച്ചു വളർന്നു വരുമ്പോൾ അവര് ജനിച്ചു വളർന്നു വരുന്നതും
നിത്യജീവന്റെ ഉടമകളായിട്ടാണ് അവിടെ കയറി വരുന്നത്. ആ നിത്യജീവനെ നശിപ്പിക്കുന്നതൊന്നും ആ വീട്ടിൽ കൊടുക്കത്തില്ല. അവിടെ കിട്ടുന്നതൊക്കെ നിത്യജീവനെ പോഷിപ്പിക്കുന്ന, അതിനെ സഹായിക്കുന്ന. ഹല്ലേലൂയ. കാരണം ഇറങ്ങി തിരിച്ചത് അതിനു വേണ്ടി ആയതുകൊണ്ട്. ഹല്ലേലൂയ. വഴിയിൽ വെച്ച് എന്തെല്ലാം വിഷയങ്ങൾ ജീവിതത്തിൽ വന്നാലും വരുന്ന സകല വിഷയങ്ങളെയും കാണുന്നത് നിത്യജീവന്റെ പശ്ചാത്തലത്തിലാണ്. എൻ്റെ ജീവനാണ് എനിക്ക് വിഷയം. നമ്മുടെ ആളുകൾ ചില സമയങ്ങളൊക്കെ പറയും, ജീവൻ പോയാലും ഞാൻ മാറത്തില്ല. നല്ല കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ അങ്ങനെ തന്നെ വേണമെന്നാ പറഞ്ഞേക്കുന്നത്. ജീവൻ പോയാലും മാറരുത്. അതല്ല, ജീവൻ കളയാനാണെങ്കിൽ ജീവൻ പോകണമെന്ന് വെക്കരുത്. ജീവനാ വലുത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ പഠിപ്പിച്ചത് ആഹാരത്തേക്കാൾ വസ്ത്രവും, ആഹാരത്തേക്കാൾ ശരീരവും, ഉടുപ്പിനേക്കാൾ നമ്മുടെ ജീവനും, വസ്ത്രത്തേക്കാൾ ജീവനും വിലയേറിയതല്ലോ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വസ്ത്രത്തേക്കാൾ ശരീരവും ആഹാരത്തേക്കാൾ ജീവനും വിലയേറിയതല്ലോ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ പ്രമാണം നമ്മെ എങ്ങനെ പഠിപ്പിക്കുക? വിലയേറിയത് എന്താണ്? അതുകൊണ്ട് വിലയേറിയത് പഠിപ്പിക്കുന്നത് വിലയേറിയതിന് വേണ്ടി തന്നെ ജീവിക്കാൻ വേണ്ടിയാ. എന്നാൽ ദുർഭാഗ്യവശാൽ ഇന്നത്തെ ആത്മീയ ഗോളത്തിലെ അനേകരും ഇറങ്ങിത്തിരിച്ച ആ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിപ്പോയവരാണ് കൂടുതൽ ആളുകൾ. എന്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചോ, ഇറങ്ങിത്തിരിച്ചതിൽ നിന്ന് ജീവിതത്തിൽ തെറ്റിപ്പോയി. ഈ ലോകത്തിലെ അനേക രാഷ്ട്രങ്ങളെ നമ്മൾ നോക്കിയാൽ ഒരു കാലത്ത് അവിടെ നിന്നാണ് സുവിശേഷ വേല ചെയ്യാൻ ആളുകൾ പോയിക്കൊണ്ടിരുന്നത്. ചില നാൾ കഴിഞ്ഞപ്പോൾ അവിടെ പിന്നെ പോയി സുവിശേഷ വേല ചെയ്യേണ്ടി വരുന്നു. ഈ സൈക്കിൾ ഇങ്ങനെ ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുക. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഓരോ പ്രവൃത്തി തുടങ്ങുമ്പോഴും ഇതിങ്ങനെ നമ്മൾ കാണുന്നു. ആരാധിക്കാനും ഉണർവിനും വേണ്ടി കരിമ്പുംകാട്ടിനകത്ത് പോയിരുന്ന് ആരാധിച്ചു തുടങ്ങിയവരാണ് ഈ മാർത്തോമാക്കാർ. എന്നാൽ കരിമ്പുംകാട്ടി പോയിരുന്ന് ആരാധിച്ച് ഉണർവിന്റെ കാര്യങ്ങളെ ജ്വാല കത്തിച്ചവര് കുറെ കഴിഞ്ഞപ്പോൾ അവരെവിടെ നിന്ന് വിട്ടുപോന്നോ അവിടെയുള്ള സകല കാര്യങ്ങളും അവരുടെ ഇടയിൽ. പെന്തക്കോസ്തുകാരുടെ കാര്യം അങ്ങനെ ഓരോ ചർച്ചിനെ എടുത്താൽ നമുക്ക് അങ്ങനെ കാണാം. ഇവാഞ്ചലിക്കൽ, സുവിശേഷത്തിന്റെ വെളിച്ചം, അതാണ് പ്രധാനമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് ഇറങ്ങി തിരിച്ചത്. ഞങ്ങളുടെ നാട്ടിൽ പിന്നെ അവരെ പറയുന്നത് ഈ വൻ ചതിയൻ എന്നാ പറയുന്നത്. ഓരോന്ന് ഇറങ്ങി തിരിച്ചിട്ട് പിന്നെ എങ്ങോട്ട് ചെന്ന് എവിടെ ചെന്നെത്തി. അപ്പോൾ കർത്താവിന്റെ പ്രമാണം ദൈവത്തിനോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, നീ എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചോ യാത്ര തീരുന്നത് വരെയും ആ ഒറ്റ കാര്യമായിരിക്കണം ജീവിതത്തിന്റെ ലക്ഷ്യം. എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചോ അതിന്റെ പശ്ചാത്തലത്തിൽ വേണം സകല കാര്യങ്ങളും എന്ന് പറയും. ഒരു ജോലി വരുമ്പോ വിശ്വാസികളുണ്ട്, അവരൊരിക്കലും ഒരു 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 ചാരായക്കടയിലെ ജോലി അവർ പോയി എടുക്കത്തില്ല. കാരണം എനിക്ക് ജോലി വേണം, എന്നാൽ ജോലിയേക്കാൾ എനിക്ക് വിലയേറിയത് എൻ്റെ നിത്യജീവനാണ്. നിത്യജീവന് വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചവനായതുകൊണ്ട് അതിനോട് യോജിക്കാത്ത തരത്തിലുള്ള ഒരു ജോലി ഞാൻ എടുക്കത്തില്ല, ഒരു ഇടപാട് ഞാൻ എടുക്കത്തില്ല. അല്ലെങ്കിൽ പൗലോസ് പറഞ്ഞ പോലെ ഇണയില്ല പിണ കൂടത്തില്ല. എൻ്റെ എല്ലാ ബന്ധങ്ങളിലും ഞാൻ എന്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചോ അതിന് എനിക്ക് തടസ്സമുണ്ടാകുന്ന തരത്തിലുള്ള യാതൊരു ബന്ധങ്ങളിലും ഞാൻ ചെന്ന് പെടത്തില്ല. എല്ലാ കാര്യത്തിലും എൻ്റെ ഒന്നാമത്തെ ചിന്താ വിഷയം
ഞാൻ ഇറങ്ങിത്തിരിച്ച കാര്യത്തിന് തടസ്സമായത് എന്തെങ്കിലും ഇതിനകത്തുണ്ടാകുമോ? ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. അങ്ങനെ ഉണ്ടാകാത്ത കാര്യങ്ങളെ മാത്രം ആലോചിച്ച് തിരഞ്ഞെടുക്കുന്നവനാണ് ദൈവത്തിന്റെ പൈതൽ. എന്നാൽ ഇവർക്കും അനേകർക്കും എന്ന പോലെ ലക്ഷ്യം തെറ്റിപ്പോയി. എന്തിനു വേണ്ടി? ഞങ്ങളൊരു കനാനിന് വേണ്ടി പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്തത് അവകാശമാക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചവരാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞത് ഞങ്ങളെ അവകാശമാക്കാൻ ദൈവം ഞങ്ങളോട് പറഞ്ഞതാണ്. അതുകൊണ്ട് അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചത്. ഹല്ലേലൂയ. എന്നാൽ അവരിപ്പോ പറയുക, നമുക്ക് വേറെ ഒരു ക്യാപ്റ്റനെ എടുക്കാം, എന്നിട്ട് നമുക്ക് തിരിച്ച് പോകാം. കർത്താവിന് സ്തോത്രം. നമുക്ക് തിരിച്ച് മിസ്രൈമിലേക്ക് പോകാം. കാരണം അവർ പറയാ, സ്വാതന്ത്ര്യത്തിൽ സന്തോഷിക്കേണ്ടതിന് പകരം അവരടിമത്തത്തിൽ സന്തോഷിക്കുന്നു. സ്വാതന്ത്ര്യം ആരാധിച്ച് ആഘോഷിക്കേണ്ടതിന് പകരം അടിമത്വം അതിലും നല്ലതാണെന്ന് അവര് പറയുന്നു. കർത്താവിന് സ്തോത്രം. അങ്ങനെ അടിമത്വം നല്ലതാണെന്ന് പറഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ദൈവം തമ്പുരാൻ എന്ത് ചെയ്തു? അതിന്റെ 25-ാം വാക്യം, കർത്താവും പറഞ്ഞു, ഞാൻ അങ്ങോട്ട് കയറ്റാനാണ് ഇവിടെ വാതിക്കെ കൊണ്ടുവന്നത്. പക്ഷേ നിങ്ങളിപ്പോ എന്തോ പറഞ്ഞു? ഞങ്ങൾ തിരിച്ചങ്ങ് പൊയ്ക്കോളാമെന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ അങ്ങോട്ട് കയറണ്ട. പിന്നെ എന്തോ പോവാൻ? ദൈവം പറഞ്ഞു, വന്ന വഴിയെ തന്നെ തിരികെ പൊയ്ക്കോളാൻ പറഞ്ഞു. റിട്ടേൺ. ചെങ്കടലിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നതാ നിങ്ങളെ, പക്ഷെ തിരിച്ച് വീണ്ടും ചെങ്കടൽ വഴിയോലോട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. 15 മാസത്തെ യാത്ര കഴിഞ്ഞു. ഹല്ലേലൂയ. ഇനി 1 മാസം കൊണ്ട് അപ്പുറം കയറാനായിരുന്നു. എന്നാൽ 1 മാസം കൊണ്ട് അപ്പുറം കയറേണ്ട ആ സ്ഥലത്ത് വന്നിട്ട് കർത്താവ് എന്ത് ചെയ്തു? അടുത്ത 39 വർഷം കൂടെ തിരിച്ചു നടത്തിയിട്ട് പിന്നെ അവിടെ കിടന്ന് കറങ്ങി. ഹല്ലേലൂയ. എബ്രായ ലേഖനം 3-ാം അധ്യായം 4-ാം അധ്യായങ്ങളിൽ ഇതിനെക്കുറിച്ച് എബ്രായ ലേഖനകാരൻ വിശദമായിട്ട് പറയുന്നു. ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന ഒരു വിശ്രമത്തിന് വേണ്ടിയാണ്. ടു ഗിവ് യു റെസ്റ്റ്. വിശ്രമം നൽകാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്ന് വാതുക്ക വരെ കൊണ്ടുവന്നിട്ട് ഞാൻ അവിടെ കയറ്റാതെ പിന്നെ എന്ത് ചെയ്തു? അലഞ്ഞു നടന്നോളാൻ പറഞ്ഞു. വിശ്രമത്തിലേക്ക് പ്രവേശിക്കേണ്ടതിന് പകരം 39 വർഷം അലഞ്ഞു നടന്നോളാൻ പറഞ്ഞു. വിശ്രമമില്ലാതെ അലഞ്ഞു നടന്നോളാൻ പറഞ്ഞു. അതിനാണ് ദൈവം പറഞ്ഞത്, എന്റെ മഹത്വം സർവഭൂമിയിലും നിറഞ്ഞിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. എന്റെ മഹത്വം സർവഭൂമിയിലും നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്റെ മഹത്വത്തെ അംഗീകരിക്കാത്ത ഈ പുരുഷന്മാർ എന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കത്തില്ല. അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത്, ചെങ്കടൽ വഴിയായിട്ട് നിങ്ങൾ മടങ്ങിപ്പോയിക്കോളാനായിട്ട് പറഞ്ഞത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ദൈവം ഒരാള് 2 പേര് 32-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിൽ 2 പേരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ എന്നാൽ ഒരാളെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നു. എന്റെ ദാസനായ കാലേബോ, അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. അവന്റെ സന്തതി അത് കൈവശമാക്കും. 32-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. കർത്താവിന് സ്തോത്രം. അവിടെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന പദം എന്നോട് പൂർണ്ണമായി പറ്റി നിൽക്കായ്ക കൊണ്ട്.
മറ്റേ എന്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. ഈ നാട്ടിലെ യാക്കോബക്കാരോടും കത്തോലിക്കരോടും ഒക്കെ സുവിശേഷം പറയാൻ പോകുന്ന സമയത്ത് അവർ പറയുന്ന ഒരു 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 മറുപടി ഉണ്ട്. ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരെല്ലാം ഇവിടാണ് അടക്കം ചെയ്തേക്കുന്നത്, ഇനിയും ഞങ്ങൾക്ക് അവിടെ വിട്ട് വേറെ ഒരു സ്ഥലമൊന്നും വേണ്ട. അപ്പൊ അവർക്ക് തോന്നലേ ഈ അപ്പനപ്പൂപ്പന്മാരുടെ എല്ലാം മാറി ഒരിടത്ത് കിടന്നാൽ എന്നാ സുഖമാണെന്നാണ്. കാരണം ഇത്രയും ഈ നാട്ടിൽ താമസിച്ച പോലെ ജീവിക്കാൻ കൊള്ളാകുന്ന ഒരു നാടാണ് അവിടെയും എന്നാണ് അവരുടെ ചിന്ത. സ്തോത്രം. പക്ഷേ വേദപുസ്തകം പഠിപ്പിക്കുക, അപ്പനപ്പൂപ്പന്മാരുടെ കൂടി ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ല ആ സ്ഥലം. കർത്താവിന് സ്തോത്രം. അങ്ങനെ ആരെയും ഇരിക്കാൻ അവിടെ അനുവദിക്കത്തുമില്ല. അതുകൊണ്ട് ദൈവം തമ്പുരാൻ വളരെ സീരിയസ് ആയിട്ട് എടുക്കാൻ പറഞ്ഞൊരു കാര്യമാണ് ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ. ഇത് കർത്താവിന് സ്തോത്രം. ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ ദൈവം ആരെ വിളിച്ചാലും വിളിച്ചവരോടെല്ലാം ദൈവത്തിന് പറയാനുള്ള കാര്യം ഇതാണ്: നിന്നെ ഞാൻ വിളിച്ചത് ഒരു കാര്യത്തിന് വേണ്ടിയാണ്. ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി നിന്നെ വിളിച്ചത് കൊണ്ട് നിന്റെ ജീവിതകാലം മുഴുവനും നിനക്ക് ഒരു കാര്യം മാത്രമായിരിക്കണം നിന്റെ പ്രധാന വിഷയം. ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ നിനക്ക് വേറെ ഒരു സ്വഭാവം ഉണ്ടാവും. എ ഡിഫറെന്റ് സ്പിരിറ്റ്, അനദർ സ്പിരിറ്റ്, വേറൊരാത്മാവ് ഉണ്ടാകും. ഹല്ലേലൂയ. എല്ലാ രീതികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയിലൂടെ നടന്നെങ്കിൽ മാത്രമേ ഈ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റുന്നത് കൊണ്ട് അതിനെ സഹായിക്കുന്ന ഒരാത്മാവ് അവരുടെ മേലുണ്ടാകും. ആ ആത്മാവുള്ളവർക്ക് എന്ത് ചെയ്യുന്നു? പൂർണ്ണമായി പറ്റി നിൽക്കുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അവരെ കുറിച്ച് പൂർണ്ണമായി പറ്റി നിൽക്കുന്ന ഒരാത്മാവ്. ഹല്ലേലൂയ. അപ്പൊ അതൊരാത്മാവാ. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇറങ്ങി തിരിച്ചെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമായിരിക്കണം ഞാൻ ആ ആത്മാവിൽ നിൽക്കണം. ആ ആത്മാവിനെ ഞാൻ സൂക്ഷിക്കണം. ലോകത്തിൽ കിട്ടാത്ത ഒരാത്മാവാണ് എൻ്റെ മേൽ അതിനു വേണ്ടി തന്നത്. അതുകൊണ്ട് ആ ആത്മാവിനെ സൂക്ഷിക്കുന്നതിൽ ഞാൻ വളരെ ശ്രദ്ധാലുവായിരിക്കണം. കർത്താവിന് സ്തോത്രം. ആ ആത്മാവിന് വിരുദ്ധമായിട്ടാണ് ഇവർ ചെയ്തത്. അതുകൊണ്ടാണ് പറഞ്ഞത് 10 പ്രാവശ്യം ദൈവം ഓരോന്നും എണ്ണിക്കൊണ്ടിരിക്കുക. 10 പ്രാവശ്യം എന്നെ പ്രൊവോക്ക് ചെയ്തു, എന്നെ കോപിപ്പിച്ചു, എന്നെ പരീക്ഷിച്ചു. എന്താണ് പരീക്ഷിച്ചത്? ഈ ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളാവോ? ദൈവം പറയും, എന്നെ എന്തിനു പരീക്ഷിക്കാനാ? ഞാൻ എൻ്റെ മഹത്വം നിന്നെ കാണിച്ചു. എൻ്റെ ഓരോ അടയാളങ്ങളും എന്നെ വിശ്വസിക്കാൻ കൊള്ളാമെന്ന് കാണിക്കുന്ന അടയാളങ്ങളാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തെ നമുക്ക് ചിന്തിച്ച് നോക്കാം. കർത്താവ് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം എൻ്റെ ജീവിതത്തിൽ കർത്താവ് കാണിച്ചു? എന്തെങ്കിലും കാണിച്ചോ? എപ്പോഴെങ്കിലും കാണിച്ചോ? കർത്താവിൻ്റെ മഹത്വം എൻ്റെ ജീവിതത്തിൽ ദൈവം കാണിച്ചെങ്കിൽ കർത്താവിന് സ്തോത്രം. ദൈവം എന്നെ ആ മഹത്വം കാണിച്ചത് ഒരു പ്രത്യേക ആത്മാവുള്ളവനായിട്ട്, ഒരു പ്രത്യേക സ്വഭാവമുള്ളവനായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ്. ആ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ് പൂർണ്ണമായി പറ്റി നിൽക്കുന്ന, പൂർണ്ണമായി പിൻപറ്റുന്ന ഒരാത്മാവാണത്, ഒരു സ്വഭാവമാണത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാം ഇറങ്ങി തിരിച്ചത് കർത്താവ് പറഞ്ഞ കാര്യത്തിന് വേണ്ടിയാണോ? അതിനു വേണ്ടിയാണെങ്കിൽ നാം ഇറങ്ങി തിരിച്ചു കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിലുണ്ടായ സകല ചുവടുവയ്പ്പുകളും തീരുമാനങ്ങളും സ്റ്റെപ്പുകളെല്ലാം അതിനനുസൃതമായിട്ടാണെങ്കിൽ നമുക്കൊരു പ്രത്യേക ആത്മാവുണ്ടെന്നതിൻ്റെ തെളിവാണത്.
ദൈവം നമ്മിൽ കാണിച്ച ആ മഹത്വം. ഹല്ലേലൂയ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും തുടർമാനമായി ദൈവം പറയുന്ന ഒരു കാര്യമാണ്, എന്റെ മഹത്വം സർവഭൂമിയിലും. എന്നാൽ എന്നോട് പറ്റി നിൽക്കുന്ന പുരുഷന്റെ, സ്ത്രീയുടെ ജീവിതത്തിൽ എൻ്റെ മഹത്വം ഞാൻ വെളിപ്പെടുത്തും. എന്നെ കോപിപ്പിക്കുന്നവന്റെ ജീവിതത്തിൽ ഈ ലോകത്തിന്റെ മുമ്പാകെ ഞാൻ ആ മഹത്വം വെളിപ്പെടുത്തും. അതിനാണ് ദൈവം പറഞ്ഞത്, തിരിച്ചു ചെങ്കടൽ വഴിയായി പൊയ്ക്കൂ. 39 കൊല്ലം ഈ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ നിനക്ക് കിട്ടിയത് മുഴുവൻ ചാമ്പലായിത്തീരും. തൻ്റെ ഏകജാതനായ പുത്രനെ നശിച്ചു പോകാതിരിക്കേണ്ടതിന്, നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. ഹല്ലേലൂയ. എൻ്റെ ദാസൻ, എൻ്റെ ദാസി, എൻ്റെ മകൻ, എൻ്റെ മകൾ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അതേറ്റവും കരുതിക്കൊള്ളട്ടെ. എൻ്റെ ദാസൻ, എൻ്റെ ദാസി, എൻ്റെ മകൻ, എൻ്റെ മകൾ വേറൊരു സ്വഭാവമുള്ളതുകൊണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ ഭാവങ്ങൾ നമ്മെ കയറിപ്പിടിക്കാതെ ആ വേറെ സ്വഭാവത്തിൽ നിൽപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ലക്ഷ്യം തെറ്റിപ്പോകും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.